മേജർ രവിയിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ മേജർ രവി, ഇവിടെ ഇവിടെ നമ്മുടെ എന്താണ് പ്രകടമായ പൊളിറ്റിക്കൽ പ്രതികരണമായി വരുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വല്ലാത്ത രീതിയിൽ ഒരുതരം വിദ്വേഷം പ്രചരിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ തീവ്രവാദികൾ എന്താണോ അവിടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക എന്നത് മാത്രമല്ല, അത് ടെററൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു 1000 ബുള്ളറ്റിനേക്കാൾ ശക്തിയുള്ള വർഗീയത അവിടെ പ്രകടിപ്പിക്കുക എന്നൊരു തന്ത്രം കൂടി അവർ പയറ്റുന്നുണ്ട്. ആ കെണിയിൽ പോയി വീഴേണ്ട സമയമാണോ, ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണോ ശ്രീ മേജർ രവി? അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. കാരണം ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഒരിക്കലും ജാതിയും മതമൊന്നും നോക്കാറില്ല. അവരാളുകളെ ടെററൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരെ കാണുന്ന സമയത്ത് അവർ പറയുന്ന രീതിയിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക, ഇങ്ങനെയാണ് ടെററിസം വളരുന്നത്. അതിനകത്ത് ആക്ച്വലി പേടിപ്പിച്ചുകൊണ്ടാണ് ഈ ടെററിസം വളർത്തുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്താണ്, പേടിപ്പിക്കാനല്ല, അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തിനാണ് ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊല ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ശബ്ദം ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ അലയടിക്കണം. അവന്മാർ വന്ന് ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊല ചെയ്തു. അപ്പോൾ അതാരാണ്? മുസ്ലിം ടെററിസ്റ്റുകൾ 4 പേരും 5 പേരും ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള എല്ലാം മുസ്ലിംസാണ്. അപ്പോൾ ആ ഒരു മുസ്ലിം വന്നിട്ട് ഹിന്ദുവിനെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് കൊല്ലുന്നു എന്നുള്ള പറയുന്ന സമയത്ത് ഭീകരമായിട്ടുള്ളൊരു സാജിഷ്, അതിൻ്റെ ഒരു നയതന്ത്രമാണ് അവന്മാർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ജനങ്ങൾ ഇളകും. ഇവിടെ നമുക്കൊരു ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും റിഫ്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാവിധത്തിലുള്ള പോസിബിലിറ്റീസും അവർ തന്നുകൊണ്ടാണ് ഈ കൊലയും നടത്തിക്കൊണ്ട് അവർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഒരിക്കലും നമ്മുടെ ഗവൺമെൻറ്റിന് വെച്ചിരിക്കാൻ പാടില്ല. അവർ പോയ വഴി തേടി പിടിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും ശരി, ട്രെയിനിങ് ചെയ്യുന്ന ക്യാമ്പാണെങ്കിലും, അത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അകത്താണെങ്കിലും ശരി, വി ഷുഡ് ഫിനിഷ് ദം ഓഫ്. അല്ല വെറുതെ പാഠം പഠിപ്പിക്കാനല്ല, ഫിനിഷ് ദം ഓഫ്. ഇവരെവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സോ മനുഷ്യരാശിക്ക് ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ശാപങ്ങളാണ്. ഇവരെല്ലാം ടെററിസ്റ്റ് എന്ന് പറയുന്നത് ഭീരുക്കളായിട്ടുള്ള ഓരോ വർഗങ്ങൾ ഒളിച്ചിരുന്നുകൊണ്ട് ഫേസ് ഇല്ലാതെ അവിടെയും ഇവിടെയും ലോങ് ഐഡൻറ്റിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആ ആൾക്കാരാണത്. അപ്പോൾ ഇവരെ നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് എ സ്ട്രോങ് ആക്ഷൻ. എവറി ഇന്ത്യൻ ബിലീവ് ദാറ്റ് ഗവൺമെൻറ് വിൽ ടേക്ക് എ സ്ട്രോങ് ആക്ഷൻ. ഉണ്ടായേ മതിയാവുള്ളൂ ശ്രീ. ഇത് നമ്മുടെ എല്ലാവിധ സഹിഷ്ണുതയ്ക്കും അപ്പുറമാണ്, നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങേയറ്റം നിരായുധരായ അവിടെ ഈ പറയുന്ന എന്താണ് കുട്ടികൾ ചാടിക്കളിക്കുന്ന ട്രംബലിനോ അങ്ങനത്തെ പറയുന്നൊരു സംവിധാനമുള്ളൂ. അതിനകത്ത് കുഞ്ഞുങ്ങൾ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മനോഹാരിതയിലെല്ലാം മറന്ന് ഒന്ന് ചിരിച്ചുളിച്ചുകൊണ്ട് സമയത്ത് അങ്ങോട്ടേക്ക് വരികയും പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിശംസതയുടെ പരമാവധിയാണ്. അതിന് മാപ്പർഹിക്കാത്തതാണ്. അതിന് തക്ക മറുപടി കൊടുത്തേ മതിയാവുള്ളൂ. ശ്രീ മോഹനപിള്ള, ഇവിടെ നോക്കൂ, എത്രത്തോളം പ്രിസൈസ് ആയിരുന്നു അവരുടെ ഡിസൈൻ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെയുള്ള സമയമാണ്. ഇപ്പോൾ ആക്രമിച്ചാൽ ഈ ആക്രമണം ലോക ശ്രദ്ധയിലേക്ക് വരും എന്നിവർക്കറിയാം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സൗദിയിലാണ്. ഇസ്ലാമിക രാഷ്ട്രവുമായുള്ള ഒരു പ്രധാനപ്പെട്ട അവിടെ വലിയ വരവേൽപ്പ് കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് പട്ടാളത്തിന് അത്ര പെട്ടെന്ന് എത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെറ്റാലിറ്റി ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം ഓൾമോസ്റ്റ് അസാധ്യമാകുന്ന ഒരു സ്ഥലത്ത്, ആക്രമണം നടത്തി കാട്ടിലേക്ക് മറയാൻ കഴിയുന്ന ഒരു സ്ഥലത്ത്, വസ്ത്രത്തിൽ ക്യാമറ അല്ലെങ്കിൽ ഹെൽമെറ്റിൽ ക്യാമറ ധരിപ്പിച്ച ദൃശ്യങ്ങൾ പകർന്നത് എന്തിനാണ്? അവരുടെ മേലാളന്മാരെ കാണിച്ചു കൊടുക്കാനല്ലേ? തെളിവിന് വേണ്ടിയല്ലേ? എങ്ങനെയാണ് അത്രത്തോളം പ്രിസൈസ് ആയിട്ടുള്ള ഒരു നരാധമ പണി ചെയ്യാൻ അക്കൂട്ടർക്ക് സാധ്യമായിട്ടുണ്ടാവുക? ബ്രിഗേഡിയർ മോഹനപിള്ള. ഹാഷ്മി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു മിലിറ്റന്റ് ഔട്ട്ഫിറ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് മിലിറ്റൻസി ആണെങ്കിൽ പോലും അവർക്കും ഒരു ഡീസൻസി ഉണ്ട്. ഇത് ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും ഭീരുത്വമാണ്. ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് പോയിന്റ് ബ്ലാങ്കിൽ ഫയർ ചെയ്ത്, അത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല, ആ ആളിൻ്റെ കാലിബറും അല്ല. അതുകൊണ്ട് അത് ടെററിസത്തിൻ്റെ ആംഗിളിൽ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ വേസ്റ്റ് സൈഡ് ഓഫ് ദി ടെററിസം എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ടെററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ സെക്യൂരിറ്റി ഫോഴ്സ്. ഓക്കെ, അത് അങ്ങനെ 1-to-1 ഫൈറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ വി ക്യാൻ എഗ്രി ദാറ്റ് ഇസ് എ ടെററിസ്റ്റ് ആക്ടിവിറ്റി. ഇതൊരു വേറെ ഒരു ആംഗിളില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2-3 കാര്യങ്ങൾ എനിക്കിതിന് പറയാനുള്ളത്. ഒന്ന്, ഇന്ത്യ ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ടെററിസ്ഥാനേക്കാളൊക്കെ എത്രയോ മടങ്ങ്, ടെററിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവരുത്. ഞാൻ എല്ലായ്പ്പോഴും എല്ലാ ചർച്ചകളിലും പാകിസ്ഥാൻ എന്ന് പേരെടുക്കില്ല, അത് ടെററിസ്ഥാൻ എന്ന് മാത്രമേ ഞാൻ പേരെടുത്ത് പറയാറുള്ളൂ. ഈ ടെററിസ്ഥാന് ഒരു കാരണവശാലും ഇന്ത്യയുടെ ഒരു ലെവലിൽ പോലും എത്താനുള്ള ഒരു സാഹചര്യമില്ല. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അമ്പേ പരാജയം. അവിടെ ജിഹാദ് ഫാക്ടറി അല്ലാതെ വേറെ ഒന്നുമില്ല.
അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു അവസരത്തിൽ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർഗിലിൽ മുഷാറഫിൻ്റെ ഗെയിം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഡെമോക്രസിയിൽ ഇന്ത്യയിൽ ഒരു കാരണവശാലും ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർമി ചീഫോ നേവി ചീഫോ അല്ലെങ്കിൽ എയർഫോഴ്സ് ചീഫോ ഒന്നും ഒരിക്കലും ഒരു പ്രസിഡന്റ് ആവുക അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റില്ല എന്നല്ല, ജനറലി നോട്ട് പോസിബിൾ. അത് ആൾക്കാർ വോട്ട് ചെയ്യുവാണെങ്കിൽ പറ്റും, ഇല്ല. നേരെ മറിച്ച് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ആർമി ചീഫ് അധികാരം ടേക്ക് ഓവർ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് 3-4 കാര്യങ്ങളുണ്ട്. കാര്യം ആർമി ചീഫിന് എല്ലായ്പ്പോഴും ഒരാൾ ആർമി ചീഫ് ആകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അടുത്ത പോസ്റ്റ് കാണുന്ന എന്താണ്, ഞാൻ രാജ്യം ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാൾ ഈ ഒരു ജിഹാദ് സ്പ്രെഡ് ചെയ്യുകയും രാജ്യത്ത്, രണ്ടാമത് ഇതിനകത്ത് 3-4 കാര്യങ്ങൾ ഷഹബാസ് ഷെരീഫ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സത്യമായിരിക്കുന്നേ എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുകെട്ട പ്രധാനമന്ത്രിയാണ്, അത്രയും കഴിവുകെട്ട ഒരു ഭരണ സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫ്രജൈലായ രാജ്യമാണ്. 5-6 സൈഡിൽ നിന്നും 5-6 ശക്തികൾ ചേർന്ന് ഭരണം നിയന്ത്രിക്കുന്ന പ്രവിശ്യാഭരണവും തീവ്രവാദികളും ഭീകരവാദികളും ഹാഫിസ് സെയ്ദും ലഷ്കർ ഇ തോയ്ബയും ഒക്കെ ചേർന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഭരണം നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു കഴകത്തുമില്ലാത്തൊരു രാജ്യമാണ് എന്ന് പറഞ്ഞൊരു എന്താണ് ഈ നമ്മൾ ഇപ്പൊ പേപ്പട്ടി ആണെങ്കിലും പേപ്പട്ടി നമ്മൾ സാധാരണക്കാരെ കടിക്കും എന്ന് പറഞ്ഞ് പേപ്പട്ടി അടിച്ചു കൊല്ലാതിരിക്കാൻ പറ്റുമോ? ബ്രിഗേഡിയർ മോഹൻ പിള്ള ഇനിയും നമുക്ക് നമ്മുടെ ആൾക്കാരെ കുരുതി കൊടുക്കാനില്ല. ഒരു കാരണവശാലും ഇല്ല. പ്രസന്റ് ഡിസിഷൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്താണ്, നയതന്ത്ര ഓഫീസുകൾ, അതായത് എല്ലാം കട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞ്. എന്താണ് അതിനർത്ഥം? കാര്യം ഓൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. കാര്യം അതായത് ലാസ്റ്റ് ഓപ്ഷനാണ്. അതായത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ഓഫീസ് അവിടെ ഉള്ളപ്പോൾ ഒരു വാറോ അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഡിപ്ലോമസി അനുസരിച്ചിട്ട് ആ ഡിപ്ലോമാറ്റിക് ഓഫീസ് 2 രാജ്യങ്ങളിലെയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിന് ശേഷം മാത്രം ദേ ക്യാൻ ഡു, ബിക്കോസ് ഒരു ലിങ്കും ഇല്ലാത്ത ഒരു അവസ്ഥ വരും. പിന്നെ ഹാഷ്മി ഇതിനകത്ത് 2-3 കാര്യങ്ങളും കൂടി ഉണ്ട്. ഒന്ന്, റാണയെ കൊണ്ടുവന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ പരം ഒരു അടി കിട്ടാനില്ല. കാരണം റാണയുടെ ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം വെളിയിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും വൈറ്റലായിട്ടുള്ള മറ്റൊരു ഇഷ്യൂ, പാകിസ്ഥാൻ ഒരു സൈഡിൽ നിന്ന് താലിബാൻ അറ്റാക്ക് ചെയ്യുന്നു, അവർക്ക് അവരെ പോലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. പിന്നെ ഉള്ളത് എന്താണ്, ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലും ഉള്ള ആൾക്കാർ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആക്ഷൻ എടുക്കുന്നു. അതിൽ പാകിസ്ഥാൻ ശക്തമായ ഇന്ത്യയുടെ റോള് അവർ സംശയിക്കുന്നു. അപ്പോൾ ഈ ആർമി ചീഫ് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെറും ഒരു വീക്കായി പോകാതിരിക്കാൻ അങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ കാശ്മീരിന്റെ പാട്ട് പാടുക എന്നുള്ളത്. അവർക്ക് ഒരു രാഗവും ഒരു പാട്ടും ഒരു താളവും മാത്രമേ പാകിസ്ഥാൻ അറിയൂ. അത് കാശ്മീർ, വേറൊന്നുമില്ല. അത് വെച്ചാണ് അവർ ഇതുവരെയും, ഞാൻ പറയുമല്ലോ 1947 to AK-47, അതായത് 47 മുതൽ AK-47 വരെ വന്നിട്ടുള്ള സമയത്ത് ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കാശ്മീരിന്റെ പാട്ടുപാടി, കാശ്മീരിനെ ഹൈലൈറ്റ് ചെയ്ത്, പാകിസ്ഥാൻ ജനതയുടെ അല്ലെ ടെററിസ്ഥാൻ ജനതയുടെ ഒരു സെന്റിമെന്റലാക്കി എടുത്ത് അതിനെ എൻകാഷ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മറന്നുകൂടാ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാനത് സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, TRF എന്ന് പറഞ്ഞത്, ഈ TRFനെ നമ്മൾ ഒരു പക്ഷേ ലൈറ്റായിട്ട് എടുത്തോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ TRF 2019 ഉണ്ടായതിന് ശേഷമാണ് കുറേ അറ്റാക്കുകൾ, ഇവർ ചെയ്യുന്ന അറ്റാക്കുകൾ, ഒരു കെമിസ്റ്റിനെ കൊണ്ടുപോയി അല്ല പ്രിൻസിപ്പളിനെ മർഡർ ചെയ്തു. അതുകൂടാതെ തന്നെ അനന്തനാഗ് അറ്റാക്ക് ഉണ്ടാക്കി. ഈ അനന്തനാഗ് അറ്റാക്കിൽ ഒരു കേണൽ, ഒരു മേജർ, അതുപോലെ തന്നെ ഒരു DSP, ഇവരൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കുറേ ബീഹാരി ലേബേഴ്സ് ഉണ്ടായിരുന്നു, അവരെ ബ്രൂട്ടലായിട്ട് കൊല ചെയ്തു. പിന്നെ അതിലും വേസ്റ്റ് ആയിട്ടുള്ളത് ഈ 2024 ഇവർ റിയാസിയിലുണ്ടായ ഒരു അറ്റാക്ക്. കാര്യം വൈഷ്ണു ദേവിയിലോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ഡ്രൈവറെ അവർ അറ്റാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം ബസ്സിൻ്റെ കൺട്രോൾ പോയി ആൾക്കാർ അവിടെ മരിക്കുന്ന അവസരമുണ്ടായി. അപ്പം അവർ ആ ഒരു രീതിയിൽ മൊബിലൈസ് ചെയ്ത് ലോ പ്രൊഫൈൽ ആണെന്ന് നമ്മൾ വിചാരിച്ച് നമുക്ക് നഷ്ടം വരുത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കണം. അപ്പം ഐ തിങ്ക് മേജർ രവി സാറും ഒക്കെ ഇതിനകത്ത് എഗ്രി ആവും. നമുക്കറിയാവുന്നതാണ് 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് എടുക്കുന്നത് VAയും VPയും ആണ്. അത് വൾണറബിൾ ഏരിയ അല്ലെങ്കിൽ വൾണറബിൾ പോയിന്റ്. കാര്യം ഈ കാശ്മീർ
ഒരു വ്യത്യാസവുമില്ലാതെ മറ്റുള്ള ഒരു സ്റ്റേറ്റിനൊപ്പം ഓർ മോർ ദാൻ ദാറ്റ് ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പം അമർനാഥ് യാത്ര ഓഫ് കോഴ്സ് ടോട്ടൽ കൺട്രോളിലാണ് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ. ഇത്രയും ടൂറിസ്റ്റ് വരുന്ന ഏരിയാസ്, വൾണറബിൾ ഏരിയ അല്ലെങ്കിൽ പോയിന്റ്സ്, അത് നമ്മൾ ഓവർലുക്ക് ചെയ്തോ എന്നുള്ള ഒരു സംശയമാണ്. പോയിന്റ്.